സാബു ജേക്കബ്, അതായത് 2020 കിറ്റക്സിൻ്റെ MD, അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം കിഴക്കമ്പലത്ത് ഏകദേശം 50,000-ലധികം ക്രൗഡ് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം പറയുകയാണ് ഒരു വെല്ലുവിളി. ഇപ്പോൾ വെല്ലുവിളിയെ പല ആൾക്കാരും പല രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയയും മറ്റുള്ള മീഡിയയും പറയുന്ന രീതിയിൽ അതേപോലെ കണക്കാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതായത് സാബു ജേക്കബ് പറയുന്നത് അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കേരള പോലീസ് പുത്തൻകുരിശും അതേപോലെ കോലഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു, അതായത് ഹറാസ് ചെയ്യുന്നു. ഇപ്പോൾ സാബു ജേക്കബിനെ ഹറാസ് ചെയ്യുന്നത് ഈ രണ്ടാം പിണറായി മന്ത്രിസഭ വന്ന് സ്ഥിരമായിട്ടുണ്ടാകുന്ന പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പുഴയിലെ മലിനമാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എൻവയറമെൻ്റലുകാർ പ്രശ്നമുണ്ടാക്കുന്നു, പല ഇൻസ്പെക്ഷൻ നടക്കുന്നു. ഇപ്പോൾ സാബു ജേക്കബിനെ പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്തേക്കുകയാണ്. സ്ഥിരമായിട്ട് പോലീസ് വിളിപ്പിക്കുന്നു, DYFIക്കാരും CPMകാരും പ്രകടനം നടത്തുന്നു. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒരു ഭാഗത്തൂടെ പോകുന്നു. സാബു ജേക്കബ് അതേപോലെ തന്നെ തെലങ്കാനയിൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, സാബു ജേക്കബിനെ പിണറായി മന്ത്രിസഭ, അതായത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പൂർണ്ണമായിട്ട് ഹറാസ് ചെയ്യുന്നു. അതിന് യാതൊരു സംശയവുമില്ല. അപ്പം അദ്ദേഹം ഇന്നലെ കൊടുത്ത ഒരു ത്രെട്ട്, ഇൻറ്റിമിഡേഷൻ, അതിനകത്ത് പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ പൊന്നോമന പുത്രിയെ അകത്താക്കും, ഒരാഴ്ചയ്ക്കുള്ളിൽ സാബു ജേക്കബിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇതിനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, സാബു ജേക്കബിൻ്റെ രാഷ്ട്രീയ പരിചയമില്ല, അപക്വത, അതായത് ഇമ്മെച്വാരിറ്റിയാണ് സാബു ജേക്കബ് ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അതായത് സാബു ജേക്കബിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള എന്തോ ആറ്റം ബോംബോ ന്യൂക്ലിയർ ബോംബോ പുറത്തു വിടുകയുള്ളൂ, അല്ലെങ്കിൽ അത് പുറത്തു വിടത്തില്ല. ദാറ്റ് മീൻസ് ബ്ലാക്ക് മെയിലിംഗ്. ഇപ്പം സാബു ജേക്കബ് എന്ന് പറയുന്ന ആളെ കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് ഈ രീതിയിലുള്ള ഒരു PC ജോർജ് ശൈലിയിലോട്ട് സാബു ജേക്കബ് പോയി. ഇത് തന്നെയാണ് PC ജോർജ് പറയുന്നത്. അതായത് അദ്ദേഹം ഇതുപോലെയാണ് പത്രസമ്മേളനത്തിനും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ഇതേ വാക്കുകൾ തന്നെയാണ് സാബു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായത് ഒരു കാര്യം എൻ്റെ അടുത്ത് മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രിയുടെ മകൾ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം മകൾ ചെയ്ത എന്തോ ഭയങ്കര പാതകം അത് പുറത്തുവിടും. ഇത് അറിയുവാൻ കേരളത്തിലെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്. അത് സാബു ജേക്കബിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പുറത്തു വിടുന്നില്ലേ? അപ്പൊ ആരോടാണ് സാബുവിന് കമ്മിറ്റ്മെന്റ് ഉള്ളത്? അതാണ് ഞാൻ ഈ പറയുന്നത്. തേർഡ് റേറ്റ് രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലോട്ട് സാബു പോയി. ഇതാണ് കേരളത്തിലുള്ള മറ്റുള്ള രാഷ്ട്രീയക്കാരും എല്ലാം ചെയ്യുന്നത്. അതാണ് സാബു പറഞ്ഞത്. അതാണ് ഞാൻ പറയുന്നത്, സാബു ജേക്കബിന് ഈ പറയുന്ന പോലെ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയമുണ്ട്, പ്രൊഫഷണൽ രാഷ്ട്രീയം, അതറിയില്ല. അതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം പറഞ്ഞത്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിൽ സാബു ജേക്കബിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ പുറത്തു വിടുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണോ ഇല്ലയോ? ഇതാണ് എൻ്റെ ചോദ്യം. അത് തെറ്റാ. ഇത് അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇവിടുത്തെ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് വീണ വിജയൻ തെറ്റ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ പബ്ലിക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം നീതിന്യായ വ്യവസ്ഥ അറിഞ്ഞിരിക്കണം, അവരെ ശിക്ഷിക്കണം. അതിനാണ് സാബു മുതിരേണ്ടത്. അപ്പം കാരണം എൻ്റെ സാബുവിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ ബോംബാണ് എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടാവത്തില്ല. ഇത് തന്നെയാണ് ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സും ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതും
ഇതുപോലെ പലരും കൊണ്ട് നടക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇതിലോട്ടാണോ പോകേണ്ടത്? ആലോചിച്ച് നോക്കേണ്ട സംഭവം. എനിക്കറിയത്തില്ല എന്താണ് ഈ കേസ് എന്നുള്ളത്. അതായത് എന്താണ് സാബു ജേക്കബിൻ്റെ കയ്യിലിരിക്കുന്ന ആറ്റം ബോംബ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ സാബു ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടത് പുറത്ത് വിടുകയാണ്. അത് പുറത്ത് വിട്ടിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലുള്ള ജനങ്ങളും എല്ലാം ഇതെന്താണെന്ന് അറിഞ്ഞാനേ. എന്താണ് ഈ സംഭവം? അതായത് കേരള മുഖ്യമന്ത്രിക്ക് ഇന്ന് വരെ കിട്ടിയിരുന്ന ഒരു ഇമേജ്, അത് പിണറായി വിജയൻ തന്നെയാണ് സ്വയമേ പറയുന്നത്, മടിയിൽ കനമില്ല, പോക്കറ്റിലൊന്നുമില്ല. അയാൾ തന്നെ പറയുന്നത്. ഈ സാബു ജേക്കബും പിണറായി ആയിട്ടുള്ള ബന്ധം ഏകദേശം 10-40-50 വർഷമുള്ള ബന്ധമാണ്, കുടുംബവുമായിട്ടുള്ള ബന്ധമാണ്. ഇതൊക്കെ സാബുവായിട്ടുള്ള സംസാരത്തിൽ സാബു എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പിണറായി വിജയൻ അസുഖം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത സാബു ജേക്കബിൻ്റെ പിതാവായിരുന്നു 10-60 ദിവസം. അപ്പം കാരണം ഇദ്ദേഹത്തിന് ശരിക്കും അടിയും പിടിയും മറ്റേ പഴയ രാഷ്ട്രീയമായിട്ടൊക്കെ ചെന്ന് ഇയാൾക്ക് ശരിക്കും ക്ഷതം ഏറ്റിട്ടുണ്ടായിരുന്നു. കാരണം സാബുവിൻ്റെ ഫാദർ ഒരു ആയുർവേദിക് വൈദ്യൻ കൂടിയാണ്. അപ്പം അന്ന് മുതലുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ. സാബു ആണെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ ഒരു ചെറിയ അന്ന അലൂമിനിയത്തിൽ നിന്ന് സാബുവിനെ പോലൊരാൾ അതിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് കിറ്റക്സിനെ മാറ്റുന്നു. അത് ഗ്ലോബലായിട്ടുള്ള വാൾമാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും അവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ഒരു മാനുഫാക്ചറർ കൂടിയാണ് സാബു. അതുകൊണ്ടാണ് സാബുവിന് ഡിമാൻഡ് ഉള്ളത്. സാബു നല്ല ബിസിനസ്സുകാരനാണ്, നല്ലപോലെ ബിസിനസ് ചെയ്യാൻ അറിയാം. ആ സാബുവിൻ്റെ ഇന്നലെ കൊടുത്ത ആ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ആ സാബുവിന് പൊളിറ്റിക്സ് വീണ്ടും അറിയത്തില്ല എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സംഭവമുണ്ട്, സാബുവും ഈ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം. അപ്പം എനിക്ക് കൂടുതലിന്ന് വലിയ ആവേശത്തോടൊന്നും പറയാൻ പറ്റാത്ത, ഞാനിന്ന് പനി ബാധിതനാണ്. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. പക്ഷേ ഈ ഒരു ഇഷ്യൂവായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ ഞാനിത് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതായിരുന്നു ഈ ഇഷ്യൂവിൽ എനിക്കുള്ള എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് നോക്കട്ടെ ഇതെവിടം വരെ പോകും എന്നുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സാബു ആണ് മുഖ്യമന്ത്രിയുടെ കൂടെ മറ്റേ മായോ ക്ലിനിക്കിലാണെങ്കിലും പാൻക്രിയാറ്റിക് ക്യാൻസറാണ് മുഖ്യമന്ത്രിക്കെന്നാണ് പലരും പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മായോ ക്ലിനിക്കിൽ സാബു ഏതാണ്ട് 10-30 ദിവസം മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. വിദേശത്ത് അമേരിക്കയിലുണ്ടായിരുന്നു, മറ്റു പല രാജ്യങ്ങളിൽ സാബു എപ്പോഴും അക്കമ്പനി ചെയ്യുന്ന ആളാണ്. ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പം മുഖ്യമന്ത്രിക്ക് സാമ്പത്തികമായിട്ട് പാർട്ടിക്കും എല്ലാം കൊടുക്കുന്നതെല്ലാം സാബു കൊടുക്കാറുണ്ട്. കാരണം അവർ ആ ബന്ധം അങ്ങനെയാണ്, പേഴ്സണൽ ബന്ധം കൂടിയാണ്. അപ്പം അതിനിടയ്ക്ക് സാബു ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ കുന്നത്ത് നാട് ഒരു MLA പറ്റി പറയാറുണ്ട്. അപ്പം സാബുവിനോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കുന്നത്ത് നാട് MLA എന്ന് പറയുന്ന ആളെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ ആളാക്കണ്ട. അയാൾക്ക് ഇതൊന്നും തീരുമാനിക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നുമില്ല. ഇത് CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി എടുത്ത തീരുമാനവും പിണറായി വിജയൻ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനമാണ് അവിടെ നടപ്പിലാക്കുന്നത്. അല്ല കുന്നത്ത് നാട്ടെ അവിടുത്തെ MLAക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു MLA ഒന്നും വിചാരിച്ചാൽ ഇതേപോലെയൊന്നും ഒരു ബിസിനസ്മാനെതിരെ, ഇതേപോലെ പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ആദ്യം സാബു ഇടയ്ക്കിടയ്ക്ക് കുന്നത്തുനാട് MLAയുടെ പേര് പറയാതിരിക്കുക. സാബു ടാർഗറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാൽ തന്നെ ആയിരിക്കണം. അത് ആദ്യം അതാണ് സാബുവിന് രാഷ്ട്രീയം അറിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. കുന്നത്തുനാട് MLAക്ക് വളരെ ലിമിറ്റ്, അയാളെ ചുമ്മാ മുമ്പിൽ നിർത്തിയാക്കുന്നതേ ഉള്ളൂ. ഇപ്പം 2-3 ജില്ലകളുടെ ജില്ലാ സെക്രട്ടറിമാർ അവിടെ വരുന്നു എന്ന് സാബു പറയുന്നു. ഈ കുന്നത്തുനാട് MLA വിചാരിച്ചിട്ടാണോ ഈ ജില്ലാ സെക്രട്ടറിമാർ അവിടെ വരുന്നത്? അത് ആലോചിക്കാനുള്ള ബോധം സാബുവിന് വേണം. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ, അവർ സെക്രട്ടേറിയറ്റിൻ്റെയും അതേപോലെ കേരള മുഖ്യമന്ത്രിയും അവരുടെ മന്ത്രിസഭയുടെയും തീരുമാനമാണ് സാബുവിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ല വേറെ ഈ MLAക്ക് അതിൻ്റെ ഇത് റോളൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഏത് രീതിയിലും സാബു ഒരു ആൻറ്റി CPM ആണ്, ആൻറ്റി മുഖ്യമന്ത്രിയാന്നുള്ള ധാരണ വന്നു കഴിയുമ്പോൾ സാബുവിനെ തൊലയ്ക്കുക. ഇതാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഉറപ്പായിട്ടും പേഴ്സണൽ ബന്ധമുണ്ടായിരുന്നു.
ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ പല കച്ചവടം നടത്തി കാണും. ഈ കച്ചവടത്തിനകത്ത് തെറ്റായ രീതിയിലുള്ള കച്ചവടങ്ങൾ പലതും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും നടത്തിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ഓരോ മലയാളിക്കാണെങ്കിലും ഇന്ത്യക്കാരനും അറിയാനുള്ള അവകാശമുണ്ട്. അതാദ്യം സാബു മനസ്സിലാക്കുക. ഇങ്ങനൊരു ത്രെറ്റ് പെർസെപ്ഷനിലല്ല കൊടുക്കേണ്ടത്. ഇത് പബ്ലിക്കിനോട് പറയണം എന്താണ് സംഭവിച്ചത്. അവർ പിന്നെ ജയിലിനകത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇവിടുത്തെ കോടതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ ഇന്ത്യയിലെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരാൾ വന്ന് ത്രെട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ത്രെട്ട് കൊടുക്കുന്നു. അപ്പം അതിനുശേഷം ഉണ്ടാകുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഡേർട്ടി പൊളിറ്റിക്സ് ആയിരിക്കും. എന്താണെന്നുള്ളത് കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ. ഇത് മുഴുവനും ഒരു ജുഡീഷ്യൽ പ്രോസസ് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും അവർക്ക് ഇത് പബ്ലിക് ഡൊമൈനിൽ പോയി കഴിഞ്ഞാലേ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അല്ലാതെ മുഖ്യമന്ത്രി സാബുവും മാത്രമുള്ള ബന്ധമല്ല ഇപ്പോൾ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പബ്ലിക്കിൻ്റെ മണിയാണോ ലൂട്ട് ചെയ്തേക്കുന്നത്, മണിയാണോ ടെററിസം മണിയാണോ, ഇതൊന്നും എനിക്കറിയില്ല. ആറ്റം ബോംബാന്ന് സാബു പറയുന്നത് ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കുന്ന സംഭവം എന്ന് പറയുന്നത് സാബു വെറുതെ പറഞ്ഞതല്ല. ഇപ്പോൾ വെറുതെ പറഞ്ഞതല്ലാത്ത സ്ഥിതിക്ക് ഇത് പബ്ലിക് അറിയണം. അതിനൊരു പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അതിനെപ്പറ്റി സംഭാഷണം നടത്തി കാര്യങ്ങൾ അറിയട്ടെ. സാബുവിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ പുറത്തു വിടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടോ ഇല്ല. ഇതാണ് ജനാധിപത്യത്തിനുള്ള ചോദ്യം. അതിന് സാബു തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. അതായത് ജനങ്ങൾ അറിയണം. അതായത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കണം, ട്രയൽ നടക്കണം. വീണ വിജയൻ തെറ്റുകാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിനെ സപ്പോർട്ട് ചെയ്തതാണ് മുഖ്യമന്ത്രി ചെയ്ത് ശിക്ഷിക്കപ്പെടണം. അതിൻ്റെ അകത്ത് ആർക്കൊക്കെയാണ് റോൾ ഉള്ളത്, കോൺസ്പിറസി ഗൂഢാലോചനയൊക്കെ അവരും ശിക്ഷിക്കപ്പെടണം. ഇതാണ് ഒരു ജനാധിപത്യ ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനെ കാണുന്നതും നോക്കിക്കാണുന്നതും. അവർക്കതാണ് താല്പര്യം. അതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പം അതിനകത്തുള്ളൊരു മെച്യൂരിറ്റി ഇമ്മച്യൂരിറ്റി എന്ന സംഭവമാണ്. അതിൻ്റെ അകത്ത് ഇന്നലെ നടത്തിയ സാബുവിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇമ്മച്യൂരിറ്റിയാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞ് ഇത് ജനങ്ങളുടെ മുമ്പിൽ കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെ പബ്ലിക് ഡൊമൈനിൽ ഇത് കൊടുത്തിരുന്നുവെങ്കിൽ പിന്നീട് അത് ജനം തീരുമാനിക്കും. അതായിരുന്നു അവിടെ സാബു ചെയ്യേണ്ടിയിരുന്നത്.